അനീമിയ അഥവാ രക്തക്കുറവ് കാണുമ്പോൾ ചില ആളുകളെങ്കിലും ഡോക്ടർ കാണാതെ സ്വന്തം നിലക്ക് അയൺ ഗുളികയും ടോണിക്കൊക്കെ വാങ്ങിയിട്ട് കഴിക്കും. ഇങ്ങനെ ടോണിക് വാങ്ങി കഴിച്ചിട്ട് ഒരു പേഷ്യന്റ് കടുത്ത വയറുവേദനയും ഹൃദയമിടിപ്പൊക്കെ താളം തെറ്റുകയും ചെയ്തിട്ട് വരേണ്ടായി. പരിശോധിച്ചപ്പോൾ അയാളുടെ ശരീരത്തിൽ അമിതമായിട്ട് ഇരുമ്പ് അടിഞ്ഞു കൂടിയിട്ട് കരളിനും ഹൃദയത്തിനൊക്കെ തകരാറ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അയാളുടെ രക്തക്കുറവിന് കാരണം അയൺ കുറഞ്ഞിട്ടുമല്ല, വൈറ്റമിൻ B12 കുറഞ്ഞിട്ടായിരുന്നു. തെറ്റായ മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം നശിപ്പിച്ച ഒരു കേസായിരുന്നു അത്. നമ്മൾ അറിയേണ്ടത് രക്തക്കുറവ് എന്ന് പറയുന്നത് വെറൊരു അസുഖമല്ല, അത് ശരീരത്തിലെ മറ്റ് അസുഖങ്ങളുടെ ലക്ഷണമാവാം. രക്തം കുറവാന്ന് കാണുമ്പോൾ ഉടനെ പോയിട്ട് അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് പൈപ്പിൽ വെള്ളം നിൽക്കുമ്പോൾ മുകളിലെ ടാങ്കിൽ വെള്ളം നിറക്കാതെ ഈ പൈപ്പ് പുതിയത് വാങ്ങിയിട്ട് വെക്കുന്ന പോലെയാണ്. എന്തുകൊണ്ടാണ് രക്തം കുറയുന്നത് എന്നറിയാതെ മരുന്ന് കഴിക്കുന്നത് തീർച്ചയായിട്ടും അപകടമാണ്. രക്തക്കുറവ് വരുമ്പോൾ ആളുകൾ സ്വയം ചികിത്സിച്ച് വരുത്തുന്ന മാരകമായിട്ടുള്ള ഒരുപാട് തെറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മാത്രമല്ല വിളർച്ച മാറ്റാൻ സുരക്ഷിതമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് വിളർച്ചയ്ക്ക് അയൺ കുറയുന്നത് മാത്രമല്ല കാരണം. ഇത് വിറ്റമിൻ B12 ഫോളിക് ആസിഡോ കുറഞ്ഞാലും അതല്ലെങ്കിൽ ശരീരത്തിനകത്തു നിന്നുള്ള ബ്ലീഡിംഗ് കൊണ്ടൊക്കെ ഉണ്ടാവാം. ഉദാഹരണത്തിന് കുടലിൽ ഒരു അൾസർ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, വിളർച്ച ഉണ്ടാവും. ഇത് കണ്ടെത്താതെ അയൺ ഗുളിക കഴിക്കുന്നത് രോഗം വഷളാക്കുകയാണ് ചെയ്യുക. രണ്ടാമത്തത് ആവശ്യമില്ലാതെ അയൺ ഗുളിക കഴിക്കുന്നത് ശരീരത്തിൽ അയൺ അടിഞ്ഞുകൂടാൻ കാരണമാണ്. നമ്മുടെ ശരീരത്തിന് അധികമുള്ള ഇരുമ്പ് പുറന്തള്ളാൻ സംവിധാനമില്ല. ഇത് കാരണം ഹൃദയമാംസപേശികളിലും കരളിലും അയൺ അടിഞ്ഞുകൂടാണ്. സിഡറോസിസ് എന്നാണ് ഇതിന് പറയുക. ഇത് ഹൃദയത്തിൽ കാർഡിയോമയോപ്പത്തി എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കും, ഹൃദയമിടിപ്പ് താളം തെറ്റിക്കും. മൂന്നാമത്തത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അയണും തമ്മിലുള്ള ഒരു ബന്ധം അറിഞ്ഞിരിക്കണം. ചായയിലുള്ള ടാനിനുകൾ, പാലിലുള്ള കാൽഷ്യം, ഇത് രണ്ടും അയൺ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നത് 70% വരെ തടയും. പലരും മരുന്ന് കഴിച്ചിട്ടും ഫലം കിട്ടാത്തതിന്റെ ഒരു കാരണം ഇതാണ്. നാലാമത്തത് ഇരുമ്പ് ശരിയായിട്ട് ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ അസിഡിക് ആയിട്ടുള്ള ഒരു സാഹചര്യം വേണം. ഇപ്പോൾ നാരങ്ങ വെള്ളത്തിന്റെ കൂടെ അല്ലെങ്കിൽ വിറ്റമിൻ C ഗുളികകൾക്കൊപ്പം അയൺ കഴിച്ചാൽ അത് നല്ല രീതിയിൽ രക്തത്തിൽ കലരും. അഞ്ചാമത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രക്തം കൂടിയൊന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. ഹീമോഗ്ലോബിൻ കൂടി സാധാരണ നിലയിൽ എത്തിയാലും ശരീരത്തിലുള്ള ഇരുമ്പിന്റെ ഒരു സ്റ്റോർ നിറയാൻ മാസങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ രക്തം പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ആറാമത്തത് അയൺ ഗുളികകൾ കഴിക്കുമ്പോൾ മലത്തിന്റെ നിറം കറുപ്പായിട്ട് വരും, ചിലർക്ക് മലബന്ധം ഉണ്ടാവും. ഇത് പേടിച്ചിട്ട് പലരും മരുന്ന് പകുതിക്ക് നിർത്തും. സത്യം പറഞ്ഞാൽ ഇത് അയൺ മരുന്നിന്റെ ഒരു സ്വാഭാവിക പാർശ്വഫലമാണ്. വെള്ളം ധാരാളം കുടിച്ചിട്ടും ഫൈബർ ഉള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചും ഒരു പരിധി വരെ ഇത് പരിഹരിക്കാം. ഇത് തിരിച്ചറിയാതെ മരുന്ന് നിർത്തുകയാണെങ്കിൽ ചികിത്സ പരാജയപ്പെടും. ഇനി രക്തക്കുറവും വിളർച്ചയും പരിഹരിക്കാനുള്ള 6 മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് കൃത്യമായിട്ടൊരു രോഗനിർണ്ണയം നടത്തണം. വിളർച്ച കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അയൺ കുറവ് കൊണ്ടാണോ, വിറ്റമിൻ കുറവ് കൊണ്ടാണോ, ബ്ലീഡിംഗ് കൊണ്ടാണോ വിളർച്ച എന്ന് ഡയഗ്നോസ് ചെയ്യാം. രണ്ടാമത്തത് ഹീമോഗ്ലോബിൻ മാത്രം നോക്കാതെ സീറം ഫെറിറ്റിൻ പരിശോധിക്കുന്നത് രക്തത്തിലെ അയണിന്റെ യഥാർത്ഥ അളവ് അറിയാൻ സഹായിക്കും. മൂന്നാമത്തത് അയൺ ഗുളികകൾ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 2 മണിക്കൂർ ശേഷമോ കഴിക്കാം. കൂടെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. നാലാമത്തത് അയൺ മരുന്ന് കഴിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പോ ശേഷവും ചായ, കാപ്പി, പാൽ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഒഴിവാക്കണം. അഞ്ചാമത്തത് ഭക്ഷണത്തിലൂടെ ഒരു പരിധിവരെ അയൺ കൂട്ടാൻ ശ്രമിക്കുക. ഈന്തപ്പഴം, ഇലക്കറികൾ, തവിടുള്ള അരി, മാംസം ഇതൊക്കെ ശീലാക്കുക. ആറാമത്തത് നല്ല വിളർച്ച ഉണ്ടെങ്കിൽ ഹൃദയത്തിന് അമിത ഭാരം നൽകുന്ന കഠിനമായിട്ടുള്ള വ്യായാമങ്ങളും ജോലിയും ഒഴിവാക്കുക. രക്തത്തിന്റെ അളവ് സാധാരണ നിലയിൽ എത്തിയതിനു ശേഷം മാത്രം വ്യായാമം ആരംഭിക്കുക.